ഓൾ ടൈം ഹൈയിൽ നിന്നും 20%-ലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ബിയറിഷ് ട്രെൻഡിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്കുള്ള ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നലുകൾ നൽകുന്നതും അതേസമയം സ്വിംഗ് ട്രേഡിന് വേണ്ടി പരിഗണിക്കാവുന്നതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു പ്രശസ്ത കമ്പനിയായ സിർമ SGS ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഉയർന്ന് 562 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 705, 52 വീക്ക് ലോ 376. ചെന്നൈ ബേസ്ഡ് കമ്പനി പ്രധാനമായും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ROE 6.8ഉം ROCE 9.84%. 94ൻ്റെ വാല്യൂഷനുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 705, 52 വീക്ക് ഹൈയിൽ നിന്നും 25%-ലേറെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ 833 കോടി രൂപയുടെ റവന്യൂവും 40 കോടി രൂപയുടെ പ്രോഫിറ്റും കമ്പനി നേടി. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ 7%-ൽ നിന്നും 9%-ആയി ഉയരുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 53%, പ്രോഫിറ്റ് ഗ്രോത്ത് 23%, ROE 9%-അടുത്ത്. പ്രൊമോട്ടേഴ്സിന് 46.8% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 10.3%, DISന് 6.4%, പബ്ലിക്കിന് 36%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ്. 1466 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 686 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. സിർമ SGS ടെക്നോളജി എന്ന കമ്പനി 2025 ഫിനാൻഷ്യൽ ഇയറിൽ മികച്ച ഗ്രോത്ത് കൈവരിക്കുമെന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് റീസെൻ്റ്ലി അവകാശപ്പെട്ടിരുന്നു. റവന്യൂ 40-45% വർദ്ധിച്ച് 4500 കോടി വരെ ഉയർന്നേക്കാം. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിൽ കമ്പനി 833 കോടി രൂപയുടെ റവന്യൂ നേടുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 8.9% വർദ്ധിച്ച് 40 കോടിക്കടുത്തെത്തുകയും ചെയ്തു. കമ്പനി പ്രധാനമായും PCB അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളുടെ മാനുഫാക്ചറിംഗ്, അസംബ്ലി, ക്വിക്ക് ഫോട്ടോടൈപ്പിംഗ്, ബോക്സ് ബിൽഡ്, റിപ്പയർ ആൻഡ് റീവർക്ക് തുടങ്ങിയ സെഗ്മെൻറ്റുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ 2024 ഫിനാൻഷ്യൽ ഇയറിൽ 19% CAGR-ഓടുകൂടിയുള്ള വളർച്ച കമ്പനി കൈവരിച്ചു. ഇവിടെ വരും വർഷങ്ങളിൽ കമ്പനിയുടെ ആനുവൽ റവന്യൂവിൽ 40-45% വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സിർമ SGS ടെക്നോളജി എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ബിയറിഷ് ട്രെൻഡിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്കുള്ള ട്രെൻഡ് റിവേഴ്സൽ സിഗ്നലും നൽകി കഴിഞ്ഞു. ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം ബ്രേക്കൗട്ട് ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇവിടെ നിന്നും പ്രീവിയസ് ഹൈ ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് മന്ത്ലി ക്യാൻഡിൽ പാറ്റേണിലും വന്നതായിട്ട് കാണാൻ സാധിക്കും. ബോട്ടം ലെവലിൽ നിന്നും സ്ട്രോങ് ബൈയിങ്ങും അതുപോലെ തന്നെ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലുകളും ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ്. ട്രെൻഡ് എന്ന സ്റ്റോക്കും 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭ്യമാണ്. 8345 രൂപയുടെ ഓൾ ടൈം ഹൈ വരെ ഉയർന്ന സ്റ്റോക്ക് ഇപ്പോൾ 6886 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. 2.47 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 134. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. സെയിൽസ് 2982 കോടിയിൽ നിന്നും 4187 കോടിയിലേക്ക് കമ്പനി ഉയർത്തിയെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ സെയിൽസിൽ അത്ര വലിയ ഗ്രോത്ത് കാണുന്നില്ല. 15%-അടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 228 കോടിയിൽ നിന്നും 335 കോടിയിലേക്ക് ഉയർത്തി. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 391 നിന്നും 335 ഇടിയുകയാണ് ഉണ്ടായത്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 68%, പ്രോഫിറ്റ് ഗ്രോത്ത് 101%-അടുത്ത്. പ്രൊമോട്ടേഴ്സിന് 37% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 26%, DISന് 13%, പബ്ലിക്കിന് 23%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ട്രെൻഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി ബോട്ടം ലെവലിൽ ഫോം ചെയ്തതിന് ശേഷം ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് സിഗ്നൽ നൽകുന്നുണ്ട്. കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും ബ്രേക്കൗട്ട് ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയുമാണ്. 7000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കാമെങ്കിലും 7000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 8000 എന്ന ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.